നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ISLൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്നാം മത്സരത്തിനിറങ്ങുകയാണ്. കൊച്ചിയിലെ രണ്ടാം മത്സരമാണ്. എതിരാളികൾ നവാഗതരായിട്ടുള്ള ഇന്റർ കാശിയാണ്. പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ഡേവിഡ് കാറ്റ്ല പറഞ്ഞ പോലെ ഇന്റർ കാശി മികച്ച ടീമാണ്. അവർ ഡിഫെൻസീവ്ലി വളരെ സ്ട്രോങ്ങുമാണ്, വളരെ കോമ്പാക്റ്റാണ്. അതാണ് ഉപയോഗിച്ച വാക്ക്. ആ ഡിഫെൻസീവ്ലി കോമ്പാക്റ്റായ ഇന്റർ കാശിയെ ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ പരാജയപ്പെടുത്തും? ആ ഡിഫൻസ് കീറി മുറിക്കാനുള്ള കരുത്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരക്കുണ്ടോ? ഇപ്പോൾ ഈ സീസണിൽ കളിച്ച 2 കളികളിലും ഒറ്റ ഗോള് പോലും ബ്ലാസ്റ്റേഴ്സ് അടിച്ചിട്ടില്ല എന്ന കാര്യം കൂടി നോക്കണം. മൂന്നാമത്തെ മത്സരം ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. വിജയത്തിൽ കുറഞ്ഞതൊന്നും കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് സംതൃപ്തരാവാൻ പറ്റില്ല. ആരാധകർക്ക് അതൊന്നും സന്തോഷമാവുകയുമില്ല. സമനിലയൊന്നും പോരാ, വിജയിച്ചേ പറ്റൂ. കാരണം ഇന്നത്തെ കളി മൂന്നാമത്തെ കളിയാണ്. ആകെ 13 കളികളാണുള്ളത്. ഇന്ന് വിജയിച്ചില്ലെങ്കിൽ പിന്നെ ടേബിളിൻ്റെ ടോപ്പ് ഹാഫ് എന്നുള്ളത് ചിന്തിക്കണ്ട. റെലഗേഷനിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് മാത്രം ചിന്തിച്ചാൽ മതിയാകും. അതുകൊണ്ട് തന്നെ വിജയം മാത്രം ലക്ഷ്യമിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഇന്റർ കാശിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യ 2 മത്സരങ്ങൾ അവർ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 2 കളികളും അവർ സമനില. ആദ്യ കളി FC ഗോവയെ സമനിലയിൽ തളച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1-1 ഡ്രോ ആയിരുന്നു. ദെൻ ഒഡീഷ FCക്കെതിരെയും അവർ 1 പോയിന്റ് സ്വന്തമാക്കി. അങ്ങനെ 2 പോയിന്റുമായിട്ട് അവർ നിൽക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ടേബിളിൽ 12ാം സ്ഥാനത്താണ്. ഇന്റർ കാശി ടേബിളിൻ്റെ ടോപ്പ് ഹാഫിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കണക്കുകൾ ഒക്കെ മാറ്റിമറിക്കേണ്ടതുണ്ട്. ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് പോവേണ്ടതുണ്ട്. ഇന്ന് വിജയിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോടും അതുപോലെ മുംബൈ സിറ്റി FCയോടും പരാജയപ്പെട്ടു. ഇനിയൊരു വിജയം അത് ടീമിന് വലിയൊരു ബൂസ്റ്റ് നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ആരാധകർക്ക് ഒരു കോൺഫിഡൻസ് നൽകുന്നതുമായിരിക്കും. ഈ ടീമിൽ ഇപ്പോൾ തന്നെ പല സുഹൃത്തുക്കളുടെയും കമൻറ്റൊക്കെ നമ്മളൊക്കെ കാണുന്നില്ലേ? അതായത് ഈ ടീമിനെ കൊണ്ടൊന്നിനും കഴിയില്ല, ഈ ടീം പോരാ എന്ന തരത്തിലുള്ളതൊക്കെ. അതായത് ആരാധകർക്ക് ടീം വിജയിക്കുന്നില്ലെങ്കിൽ കോൺഫിഡൻസ് നഷ്ടമാകും. ആ കോൺഫിഡൻസ് തിരികെ കിട്ടുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ടീമിൻ്റെ വിജയം അതിപ്രധാനമാണ്. ഏതായാലും ഈ 2 ടീമുകൾ തമ്മിൽ ആദ്യമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. ഇതുവരെ ഈ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഈ റിസൾട്ടിന് വേണ്ടി. ടീം ന്യൂസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ഡേവിഡ് കാറ്റ്ല പറഞ്ഞത് സച്ചിൻ സുരേഷും ഈ കളിക്ക് അവൈലബിൾ ആണ് എന്നാണ്. അപ്പോൾ കഴിഞ്ഞ കളി പരിക്ക് കാരണം അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹം വരുന്നു എന്ന് പറയുമ്പോൾ ആര് ഗോൾ കീപ്പറായി നിൽക്കും എന്നുള്ള ചോദ്യമുണ്ട്. മറ്റ് മേജർ ഇഞ്ചുറി കൺസേൺസ് ഇല്ല. അതേസമയം ഇന്റർ കാശിയുടെ ഭാഗത്ത് അവരും ഫുൾ ടീമും കൊണ്ട് തന്നെ ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ മരിയോ ബാർക്കോ ഉണ്ടാകുമോ എന്ന കാര്യം കണ്ടറിയണം. അദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റി ഇതുവരെ കൺഫേം ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായിട്ട് ഷെയ്ഖ് തുടരും എന്ന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. കാരണം കോച്ച് ആര് ഗോൾ കീപ്പറാക്കുമെന്ന് പറഞ്ഞില്ല. നാളെ തീരുമാനിക്കുമെന്നാണ് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്. കഴിഞ്ഞ കളിയിൽ പെനാൽറ്റിയൊക്കെ സേവ് ചെയ്ത് വലിയ ആത്മവിശ്വാസം നിൽക്കുന്ന കളി തുടരട്ടെ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ 11ൽ തുടരും എന്ന് തന്നെയാണ്. അതേസമയം കെവിൻ യോക്കിനെ സ്റ്റാർട്ടിംഗ് 11ൽ ഇറക്കുമോ? ആരാധകർ നോക്കുന്ന കാര്യമാണ്. തുടക്കം മുതൽ തന്നെ എതിരാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളത് പ്രധാനമാണല്ലോ. പക്ഷേ ഇന്ത്യയിലേക്ക് വന്ന് അധികമാവാത്ത താരത്തെ സ്റ്റാർട്ട് ചെയ്യിക്കാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ പുതിയ താരം ജയ് ടീമിനോടൊപ്പം എത്തിയിട്ടുണ്ട്. അദ്ദേഹമൊക്കെ സെക്കൻഡ് ഹാഫിൽ വരാനുള്ള സാധ്യതയുള്ളൂ. സോ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രോബിൾ 11 അർഷയ്ക്ക്, നവോച്ച സിംഗ്, ബികാഷ്, ദെൻ ഒമർ ഭ, സന്ദീപ് സിംഗ്, ദെൻ വിപിൻ മോഹനൻ, മാറ്റിയസ് ഹെർണാണ്ടസ്, കോറു സിംഗ്, മർലോൺ റൂസ്, നിഹാൽ സുധീഷ്, വിക്ടർ ബർത്തോമ്യു. ഇങ്ങനെയുള്ളൊരു 11 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് സാധ്യത. പിന്നെ കളി പുരോഗമിക്കും തോറും മറ്റു മാറ്റങ്ങളിലേക്ക് കോച്ച് ഡേവിഡ് കാറ്റ്ല പോയേക്കും. ഇന്റർ കാശിയുടെ ഒരു പ്രോബിൾ ലൈനപ്പ് എന്ന് പറയുന്നത് ലൂയിസ് ടാഡസ്, സന്ദീപ് മന്തി, ദെൻ നിശ്ചൽ ചന്ദൻ, ഡേവിഡ് ഹിമാനസ്, പ്രബീർ ദാസ്, രോഹിത് ദാനു, ടോംബ സിംഗ്, സുമീത് പാസി, കെ പ്രശാന്ത്, ആൽഫ്രഡ് പ്ലാനസ്, സെർജിയോ ലമാസ്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ 11. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വിജയത്തിൽ കുറഞ്ഞതൊന്നും കൊണ്ട് സന്തോഷിക്കാൻ കഴിയില്ല.
ഇന്നൊരു വിജയം അനിവാര്യമാണ്. കാത്തിരിക്കാം. ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന മത്സരത്തിനായി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.